സീ ഫുഡ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു റെസിപ്പിയാണിത്. സീ ഫുഡ് ബക്കറ്റ് എന്ന് അല്ലെങ്കിൽ ബക്കറ്റ് ഫിഷ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിനായി നല്ലോണം കഴുകി വൃത്തിയാക്കിയ കക്ക, ഞണ്ട്, ചെമ്മീൻ, കൂന്തൾ, കല്ലുമ്മക്കായും കൂടി കിട്ടിയാൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും മീനുകളും വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ടൊരു കുക്കർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാനിവിടെ ഒരു സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. 2 വിസിൽ കൊടുത്ത് വേവിച്ചു. അതെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി, എന്നിട്ട് അതേ കുക്കറിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് ഞണ്ട് 2 വിസിൽ കൊടുത്ത് വേവിച്ചു. ഇതെല്ലാം കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഞണ്ട് റെഡിയായി. അതേ കുക്കറിൽ തന്നെ നമ്മൾ കൂന്തളിട്ടു. 2 വിസിൽ കൊടുത്ത് കൂന്തൾ വേവിച്ചു. കൂന്തളും നമ്മൾ എന്ത് ചെയ്തു, വേവിച്ച് വെച്ച ഞണ്ടിൻ്റെയും സ്വീറ്റ് കോണിൻ്റെയും കൂടെ ചേർത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെമ്മീനും അതേ കുക്കറിലിട്ട് 2 വിസിൽ കൊടുത്തു. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ കക്കയിറച്ചി വേവിച്ചു. കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ ഇതുപോലെ അതും കൂടി വേവിച്ച് ചേർക്കാം. അങ്ങനെ ഇതെല്ലാം റെഡിയായി. ഇനി നല്ലോണം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. കുറച്ചധികം വെളുത്തുള്ളി വേണം. അരിഞ്ഞെടുത്ത് ഒന്ന് മൂപ്പിക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച എല്ലാ സീ ഫുഡ്സും കൂടി ഇതിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലിട്ടുള്ള മസാലകൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം, അതുപോലെ മുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് ഡ്രൈഡ് ഗാർലിക്കും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതുപോലെ നമുക്ക് ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, സവനപ്പ് ചേർത്ത് കൊടുക്കാം. സവനപ്പ് ചേർക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. സീ ഫുഡ്സ് എല്ലാം ഒന്നും കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ബേബി കോൺസ് ആഡ് ചെയ്യാം. ഇതും ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ നമ്മൾ ഓരോ സീ ഫുഡ്സും വേവിച്ച വെള്ളം ഉണ്ടല്ലോ കുക്കറിലുള്ള, അതൊരു ഗ്ലാസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം തിളച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ സിമ്മിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാറൊക്കെ നല്ലോണം കുറുകി ഇതുപോലെയായി. നമുക്കൊരു ബൗളിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സീ ഫുഡ്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും.